ജി സുധാകരനെതിരെ CPM പോസ്റ്റ് വർഗവഞ്ചകന് വോട്ടില്ല എന്ന പേരിലാണ് പോസ്റ്റ് പതിച്ചത്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. സുധീഷ്, സ്വാഭാവികമാണ്, കാരണം പാർട്ടിക്കെതിരെ ഒരക്ഷരം പറഞ്ഞാൽ ഒന്നുകിൽ അവരെ വെല്ലുവിളിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ അവരുടെ വ്യക്തിഹത്യ നടത്തും. ഇതൊക്കെ സാധാരണ നടപടിക്രമങ്ങളാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. എവിടെയാണ് സുധാകരനെതിരെ CPM പോസ്റ്റ് പതിച്ചത്? എന്താണ് വിശദാംശങ്ങൾ സുധീഷ്? നമ്പ്യാർ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇത്തരത്തിൽ പുന്നപ്രയിലുള്ള രക്തസാക്ഷി സ്മാരക മന്ദിരം ഓഫീസിന് മുന്നിലാണ് ഇത്തരത്തിൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പതിച്ചത്. അതിശക്തമായ ഭാഷയിലാണ് ഇന്ന് ജി സുധാകരൻ CPMലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കുറിച്ചും മറ്റും പറഞ്ഞുകൊണ്ട്, താൻ നേരിട്ട അപകടനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പാർട്ടി അംഗത്വത്തിൽ നിന്നും മാറിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നും പറഞ്ഞു. അതിൽ പ്രകോപിതരായാണ് ഇപ്പോൾ വർഗവഞ്ചകന് വോട്ടില്ല എന്ന പോസ്റ്റർ പതിച്ചുകൊണ്ട് പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയത്. ഇപ്പോൾ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ മാധ്യമങ്ങളെ കാണുകയാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. അല്പം മുമ്പ് H മാധ്യമങ്ങളെ കണ്ടിരുന്നു. H പറഞ്ഞത് ഇതൊരു നാടകത്തിന്റെ ഭാഗമാണ്, ആദ്യ നാടകം മാത്രമാണ് പുറത്തു വന്നത്, 2 നാടകം കൂടി വരാനുണ്ട്. എന്തായാലും ഭുവനചന്ദ്രന്റെ കൊലയാളികൾക്കൊപ്പമാണ് പോകുന്നത് എന്നതാണ് H പ്രധാനമായും ആരോപിച്ചത്. ഇപ്പോൾ R നാസർ ജി സുധാകരൻ പാർട്ടി വിട്ടുപോയതും അമ്പലപ്പുഴയിൽ സ്വന്തമായി മത്സരിക്കുമെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുകയാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ഒപ്പം മുൻ MPയും MLAയുമായ AM ആരിഫും ഉണ്ട്. അവരുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആരംഭിക്കുകയാണ്. അനിൽ നമ്പ്യാർ. സുധീഷ്, അതായത് ജി സുധാകരനെതിരെ ഇനി ഏതറ്റം വരെയും പോകും അല്ലേ? തുടർന്നുള്ള ദിവസങ്ങളിലും പലതും പ്രതീക്ഷിക്കാം. മാത്രമല്ല, സുധാകരൻ വാർത്താസമ്മേളനം നടത്തിയത് CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ സൈബർ പോരാളികളുടെ എല്ലാം വലിയ ആക്രമണമാണ് ജി സുധാകരൻ നേരിടുന്നത്. അതിന് സമാനമായി തന്നെ സജി ചെറിയാനും H ജി സുധാകരനെ വളരെ അധിക്ഷേപിക്കുന്ന, ഇല്ലെങ്കിൽ വളരെ മോശക്കാരനാണെന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതിന് ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും ജി സുധാകരനെതിരെ CPMന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതിൽ സംശയമില്ല. ആ രീതിയിൽ നേരത്തെ തന്നെ അവർക്കും സൂചന